ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എസ്സർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ അല്ലേ? മാവിൻ്റെ കഥ തന്നെയാവട്ടെ. അമ്മ മരം. ചൂളമടിച്ചെത്തിയ ഇളം കാറ്റിൽ ഇളകിയാടി രസിച്ചു കൊണ്ടിരുന്നു കുഞ്ഞു മാവിൻ തൈ. രണ്ടോ മൂന്നോ ശിഖരങ്ങൾ മാത്രമുള്ള അവൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന തേന്മാവിൻ്റെ കൊമ്പിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അമ്മയാവട്ടെ നേർത്തൊരു മൂളലോടെ അവളെ പാടിയുറക്കാൻ നോക്കി. അമ്മേ, എനിക്ക് അമ്മയെ പോലെ ഇത്രയും വലുതാവണം. കുസൃതിയോടെ ചിണുങ്ങിക്കൊണ്ട് അവൾ അമ്മയെ നോക്കി. അമ്മ സ്നേഹപൂർവ്വം തൻ്റെ ചില്ലകൾ കൊണ്ട് കുഞ്ഞിളം തളിരിലകളെ തഴുകി തലോടി കൊണ്ട് മെല്ലെ പറഞ്ഞു, അതിനിനിയും കുറച്ചും കൂടി കാത്തിരിക്കണം. തളിർത്തും പൂത്തും നിറയെ കായകളുണ്ടാകും. നീയൊരു വലിയ മരമാകും. അതിനിടയിൽ ആരെങ്കിലും. അമ്മ പകുതിയിൽ നിർത്തി അവളെ നോക്കി. പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ അമ്മയുടെ വാക്കിനായി അവൾ കാതോർത്തു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. കുഞ്ഞുങ്ങളുടെ ആദ്യ ഗുരു അമ്മ തന്നെയാണ്. ഭൂമിയിലേക്കുള്ള വരവ് മുതൽ അമ്മ സ്നേഹത്തിൽ ചാലിച്ചു നൽകുന്ന അമ്മിൻ്റെ പാലിനൊപ്പം അമ്മയെ തന്നെ അവർ മനഃപാഠമാക്കാൻ നോക്കും. മോൾക്കറിയോ, അമ്മയുടെ ചെറുപ്പകാലത്ത് നിറയെ കായകളുണ്ടാകുമായിരുന്നു. നഷ്ടവസന്തത്തിൻ്റെ ഏടുകൾ അമ്മ ഓരോന്നായി മറിച്ചു തുടങ്ങി. അധികം ഒച്ചയും ബഹളവുമൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ശങ്കരേട്ടൻ്റെ ചായക്കട. ഒറ്റ മുറിയും ചായ്പും, മുൻവശത്ത് നീളൻ വരാന്തയിൽ ഇളകിത്തുടങ്ങിയ ഡെസ്കുകൾ. ചായ്പിലാണ് ശങ്കരേട്ടൻ കുടുംബസമേതം താമസം. മൂന്നും കൂടിയ കവലയിൽ കടയുടെ ഒരരികിലായി ശങ്കരേട്ടൻ്റെ അച്ഛൻ നട്ടുപിടിപ്പിച്ചതാണ് ഈ തേന്മാവ്. അരഭിത്തിയിലാണ് എല്ലാവരും ചായ കുടിക്കാൻ ഇരിക്കുക. ഒരരികിലായി നിൽക്കുന്ന തേന്മാവിന് കടകളിലെ കാഴ്ചകളെല്ലാം വളരെ ഭംഗിയായി കാണാം. സമൃദ്ധമായ ഇലകൾ ആ കടയിൽ വരുന്നവർക്ക് മാത്രമല്ല, ആ പ്രദേശം മുഴുവൻ തണൽ വിരിപ്പ് നൽകും. ശുദ്ധവായു ആവോളം ശ്വസിക്കാൻ അവിടെ തന്നെ നിന്നാൽ മതിയാവും. വെളുപ്പിന് 5 മണിക്ക് മുൻവശത്തെ ഉത്തരത്തിൽ തൂങ്ങുന്ന റാന്തൽ വിളക്ക് പ്രകാശിക്കും. ആ വെളിച്ചത്തിന് ചുറ്റും പറന്നു കളിക്കുന്ന നിമിഷായുധസുക്കളായ ഈയലുകളും പ്രാണികളും. അകത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിൽ ശങ്കരേട്ടനും ലക്ഷ്മിയും തിരക്കിട്ട പണിയിലാണ്. പുറകിലെ കിണറ്റിൽ നിന്നും കപ്പി കരയുന്നതിൻ്റെ കരകര ശബ്ദം കേൾക്കാം. സമോവറിലെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്ന ഓട്ടക്കല്ലിൻ്റെ കിലുക്കം. കിഴക്കേ മാനത്ത് വെള്ളം കീറുമ്പോഴേക്കും എല്ലാവരും മാഞ്ചുകൂട്ടിലെത്തിയിരിക്കും. കുട്ടനും മീനാക്ഷിയും ലക്ഷ്മിയടത്തിയും ശങ്കരേട്ടനുമെല്ലാം പഴുത്ത മാവിൻ്റെ ഇല കൊണ്ടാണ് പല്ല് തേക്കാറ്. ശങ്കരേട്ടൻ പക്ഷേ ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കാനാണ് ഇഷ്ടം. പിന്നാമ്പുറത്തെ പാളത്തൊട്ടിയിൽ നിറച്ച ഉമ്മിക്കരി വായിലിട്ട് രണ്ടായി പിളർന്ന ഈർക്കിൽ ചെവിക്കിടയിൽ വെച്ച് പടിഞ്ഞാറൻ തോട്ടിൽ പോയി വിസ്തരിച്ചുള്ള ഒരു കുടി. അത് കഴിഞ്ഞേയുള്ളൂ ശങ്കരേട്ടന് വേറെന്തോ. എങ്കിലും പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകും എന്നൊക്കെ പറഞ്ഞ് ശങ്കരേട്ടൻ കുട്ടികളെ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. കടയിലെ ചില്ലലമാരയിൽ നാടൻ പലഹാരങ്ങൾ നിരക്കും. പുട്ടും കടലയും വെള്ളയപ്പവും കോഴിക്കറിയും. ലക്ഷ്മിയെടുത്ത് നല്ല രുചിയായി പാചകം ചെയ്യും. കടയിലങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ചില പതിവുകാരുണ്ട്. തലച്ചുമട്ടായി വരുന്നവർ ചുമടിറക്കി വെച്ച് ചായ കുടിച്ചു പോകും. നഗരത്തിലെ ചന്തയിലേക്ക് സാധനങ്ങളുമായി പോകുന്ന കാളവണ്ടിയുടെ കുടമണി കിലുക്കം. താളത്തിലുള്ള ആ കിലുക്കം അടുത്തു വരുമ്പോഴേക്കും ലക്ഷ്മിയെടുത്ത് ചായ എടുത്തിരിക്കും. വണ്ടി നിർത്തി കുഞ്ഞാപ്പൂ ചായ കുടിക്കാനെത്തും. ഇരുട്ടിലൂടെ തിരിച്ചു വരുമ്പോൾ വണ്ടിക്ക് മുന്നിലായി തൂങ്ങിയാടുന്ന കത്തുന്ന റാന്തലിൻ്റെ ആട്ടം കാണാൻ കുട്ടൻ ഓടിയെത്തും. ഉച്ചത്തിൽ മുഴുകുന്ന റേഡിയോ കേൾക്കാൻ മാധവൻ മാഷ് ദിവസവും വരും. വാർത്തയൊക്കെ കേട്ട് നാട്ടുവിശേഷങ്ങളും തിരക്കി ഏറെ നേരം കടയിൽ എങ്ങനെ ഇരിക്കും. ശങ്കരാ, ഒരു ചായ ഇങ്ങെടുക്കാം. ചായ കൊണ്ടുവരുന്ന ശങ്കരേട്ടനോടായി ഒരു ചോദ്യവും. ഇത്തവണ കായ്ഫലം കുറവാണെന്ന് തോന്നില്ല ശങ്കര. മഴ പെയ്യാതിരുന്ന ഭാഗ്യം. പൂവെല്ലാം കൊഴിഞ്ഞു പോകാതിരിക്കും. പതിവ് പല്ലവിയായതുകൊണ്ട് മറുപടി ഒരു പുഞ്ചയിൽ ഒതുക്കും ശങ്കരേട്ടൻ. കുട്ടനും മീനാക്ഷിക്കും ഊഞ്ഞാൽ കെട്ടിക്കളിക്കാൻ പള്ളിക്കൂട അവധിയായാൽ പിന്നെ കൂട്ടുകാരും എത്തും. പറയണോ പിന്നത്തെ പൂരം. കുട്ടിയും കോലും കളി, കള്ളനും പോലീസും കളി, സാറും കുട്ടിയും കളി, ഗോലി കളി, അങ്ങനെ എത്രയെത്ര കളികൾ. കുട്ടന് പോലീസാവാനാണ് ഇഷ്ടം. പ്ലാവിലെ തൊപ്പി ഉണ്ടാക്കി തലയിൽ വെച്ച് കയ്യിലൊരു കോലുമായി അവൻ കള്ളന്മാരുടെ പിറകെ ഓടും. വലുതാവുമ്പോൾ ഞാനൊരു വലിയ പോലീസാവും, എല്ലാ കള്ളന്മാരെയും പിടിച്ച് ഇടിക്കും എന്നൊക്കെ കുട്ടൻ എപ്പോഴും പറയും. ചിലിച്ചുകൊണ്ട് അങ്ങുമിങ്ങും പാറിക്കളിക്കുന്ന പൂവാലൻ എണ്ണാൻ. ഉച്ചിയിലെ കൊമ്പിൽ കൂടുകൂട്ടിയിരിക്കുന്ന കറുമ്പിക്കാക്കയും മക്കളും. കുഞ്ഞിക്കിളിയുടെ മുട്ട മോഷ്ടിക്കാൻ സർപ്പരാജനും ഇടയ്ക്കിടെ മരം കയറി പോകുന്നത് കാണാം. മാങ്ങയുണ്ടായാൽ പിന്നെ ലക്ഷ്മിയേടത്തേക്ക് തിരക്കാണ്. കണ്ണിമാങ്ങ പൊട്ടിച്ച് അച്ചാറുണ്ടാക്കും. മൂത്തു തുടങ്ങിയാൽ പിന്നെ ഉപ്പിലിട്ട് വയ്ക്കും. പഴമായാലോ വീട്ടാവശ്യം കഴിഞ്ഞുള്ളത് തുണിയിൽ പിഴിഞ്ഞ് മാമ്പരത്തിരയുണ്ടാക്കി സൂക്ഷിക്കും.
അമ്മയുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ മണമൊഴിക്കുമ്പോഴേക്കും കുട്ടൻ മീനാക്ഷിയും കൂട്ടി അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. കടയിലെത്തുന്നവരും മാമ്പഴം പെറുക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. അന്ന് ഈ മാമ്പഴത്തിൻ്റെ രുചി അറിയാത്തവർ ആ കരയിൽ തന്നെ വിരളമായിരുന്നു. കടയുടെ മുൻവശം വിശാലമായ പാടശേഖരമാണ്. ഞാറു നടുന്ന പെണ്ണുങ്ങളുടെ ഈണത്തിലുള്ള ഞാറ്റുപാട്ടിൻ്റെ നാടൻ ശീലുകൾ. കലപ്പയുമായി തൊപ്പിപ്പാളയും തലയിൽ വെച്ച് കച്ചത്തോർത്തുമെടുത്ത് കാളയെയും തെളിച്ച് നടന്നു നീങ്ങുന്ന അർത്ഥനഗ്നന്മാരായ പുരുഷരും മനസ്സ് ഉള്ളിർപ്പിക്കുന്ന കാഴ്ചകൾ തന്നെ. വൈകുന്നേരമായാൽ കള്ളും കുടിച്ച് കുച്ചിപ്പുടിയും കളിച്ച് നടന്നു നീങ്ങുന്ന വാസൂട്ടി. വിത കഴിഞ്ഞ പാടത്ത് ഇറങ്ങുന്ന കൊറ്റിക്കൂട്ടം. ചെളി പുരണ്ട പാടത്ത് വിതറിയിട്ട വെള്ളിപ്പൊട്ടുകൾ പോലെ അവയങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുന്നത് കാണാൻ കുട്ടന് ഏറെ ഇഷ്ടം. അവയെ പാട്ടുകൊട്ടി ഓടിക്കുന്ന ലക്ഷ്മിയെടുത്തി. വാനിലേക്ക് ഒഴുകി നടക്കുന്ന വെള്ളസാരി പോലെ അവ പറന്നുയരുന്നത് കണ്ട് മീനാക്ഷി കൈകൊട്ടിച്ചിരിക്കും. എല്ലാം കണ്ട് രസിച്ച് നമ്മുടെ തെന്മാവ് അങ്ങനെ നിൽക്കും ഒരു ഗജരാജ പ്രൗഢിയോടെ. ദിനരാത്രങ്ങൾ ഓരോന്നായി കഴിഞ്ഞുകൊണ്ടിരുന്നു. ചായക്കട അല്പമൊന്ന് പരിഷ്കരിച്ചു കേട്ടോ. കുമ്മായമൊക്കെ അടിച്ച് വെടിപ്പാക്കി. വൈദ്യുതിയും എത്തിയിരിക്കുന്നു. ഗമനാഗമന യന്ത്രത്തിൽ നിൽക്കുകയേ വേണ്ടു. പകൽ പോലെയുള്ള ആ വെളിച്ചം വരും. വാഴപ്പിണ്ടി പോലെയുള്ള ട്യൂബ് ലൈറ്റുകൾ മിന്നി മിന്നി തെളിഞ്ഞിട്ടും മുന്നിലെ റാന്തൽ വിളക്ക് എടുത്തു മാറ്റാൻ ശങ്കരേട്ടൻ തയ്യാറായില്ല. പഴമയുടെ സ്മാരകം പോലെ അത് തെളിയാതെങ്ങനെ തൂങ്ങിക്കിടന്നു. സൈക്കിൾ ചവിട്ടി കാതങ്ങൾ താണ്ടിയിരുന്നവർക്ക് പെട്രോളിലോടുന്ന വണ്ടിയുമായി. ശങ്കരേട്ടനും ഏടത്തിക്കും പതിവ് പോലെ ജോലിയൊന്നും ചെയ്യാൻ വയ്യ. വേറെ വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഹോട്ടലിലെ ജോലിക്കായി വേറെ ആളുകളെയും വെച്ചു. കുട്ടൻ മെട്രിക്കുലേഷൻ പാസ്സായി ഉപരിപഠനത്തിനായി പട്ടണത്തിലേക്കും പോയി. മീനാക്ഷിയുടെ വിവാഹം കഴിഞ്ഞു. തേന്മാവിൻ്റെ പ്രായം എത്രയെന്ന് അറിയില്ല. കുഞ്ഞുമാവും അമ്മയ്ക്കൊപ്പം വളർന്ന് പൂത്ത് കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. പച്ച പരിഷ്കാരിയായി പട്ടണത്തിൽ നിന്ന് വന്ന കുട്ടൻ പട്ടണ പരിഷ്കാരങ്ങൾ വീട്ടിലും നടപ്പാക്കി തുടങ്ങി. ചുറ്റുപാടുമുള്ള മരങ്ങളെല്ലാം വെട്ടി സ്ഥലമൊരുക്കി വലിയൊരു ഭക്ഷണശാല തന്നെ തുറന്നു. മാവ് വെട്ടാൻ മാത്രം ശങ്കരേട്ടൻ സമ്മതിച്ചില്ല. കാലത്തിനൊപ്പം സഞ്ചരിച്ചല്ലേ പതിയാവൂ. കടയിലെ പതിവുകാരിൽ ചിലരൊക്കെ ഇഹലോകവാസം വെടിഞ്ഞു. കവലയിൽ കടകളും വാഹനങ്ങളും ആളുകളെയും കൊണ്ട് നിറഞ്ഞു. തേന്മാവിലെ അന്തേവാസികളെല്ലാം ഈ ബഹളങ്ങളൊക്കെ കണ്ട് പേടിച്ച് എവിടെയോ പോയി മറിഞ്ഞു. ഇന്നെന്താണാവോ ശങ്കരേട്ടൻ്റെ വീട്ടിലൊരു ആൾക്കൂട്ടം. മുന്നിലെ നിരത്തിൽ നിറയെ കാറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയെടുത്തിയുടെയും മീനാക്ഷിയുടെയും അടുക്കി പിടിച്ച തേങ്ങലുകൾ കേൾക്കാം. പെട്ടെന്നാണ് യന്ത്രവാളും വടക്കയറുമായി 5-6 ആളുകൾ അവിടേക്ക് വന്നത്. ഒപ്പം വന്ന കുട്ടൻ മുകളിലേക്ക് നോക്കി ആത്മഗതം ചെയ്തു. അച്ഛൻ എപ്പോഴും പറയും ഈ മരം വെട്ടി തന്നെ എന്നെ ദഹിപ്പിക്കണമെന്ന്. അങ്ങനെ തന്നെ ആവട്ടെ. തേന്മാവ് അമ്മയെ നോക്കി നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ നിസ്സഹായിയെ മകളെ നോക്കിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകും. സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഇരുപുറങ്ങളാണ്. മണിക്കൂറുകൾക്കുള്ളിൽ അവരാ മരം വെട്ടി നുറുക്കി. ആയിരങ്ങൾക്ക് തണലും ശുദ്ധവായും ഭക്ഷണവുമൊക്കെ തന്നിരുന്ന ആ മരം ശങ്കരേട്ടനൊപ്പം അഗ്നിക്കിരയാവുന്നത് അത്യധികം ഹൃദയവേദനയോടെ തേന്മാവ് നോക്കി നിന്നു. വേനൽക്കാലം വന്നു. സൂര്യൻ തലയ്ക്ക് മുകളിൽ ചുട്ടുപഴുത്തു നിന്നു. ഹോട്ടലിലെ മാലിന്യത്തിൻ്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ തേന്മാവിന് ശ്വാസം മുട്ടി. കൂട്ടിയിട്ട് കത്തിച്ച മാലിന്യത്തിൻ്റെ കറുത്ത വിഷപ്പുക അവളെ നിത്യരോഗിയാക്കി. ഇലകൾ കേടുപിടിച്ചു, പൂക്കൾ കൊഴിഞ്ഞു. എല്ലാം സഹിച്ച് ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവൾ നിന്നു, സർവം സഹയായ ഭൂമിയെപ്പോലെ.